കുളത്തൂപ്പുഴയിൽ മരിച്ച അമ്മയുടെ മൃതദേഹം 4 ദിവസത്തോളം വീടിനുള്ളിൽ സൂക്ഷിച്ച് മകൻ പൂജ നടത്തി. RPL എസ്റ്റേറ്റ് ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ചിന്നത്താമ്പയുടെ മൃതദേഹമാണ് മകൻ കൃഷ്ണസ്വാമി രഹസ്യമായി മുറിക്കുള്ളിൽ സൂക്ഷിച്ചത്. ഇയാൾക്ക് മാനസിക പ്രശ്നമുള്ളതായി നാട്ടുകാർ പറയുന്നു. അമ്മ മരിച്ച വിവരം പുറം ലോകം അറിയാതെ കൃഷ്ണസ്വാമി മൃതദേഹം വെള്ളത്തുണി ഉപയോഗിച്ച് മൂടി. മൃതദേഹത്തിൽ ഭസ്മവും ചന്ദനവും ചാർത്തി വിളക്ക് കൊളുത്തി ദിവസങ്ങളോളം പൂജകൾ നടത്തി. മാനസിക വെല്ലുവിളി നേരിടുന്ന വ്യക്തിയായതിനാൽ കൃഷ്ണസ്വാമി മറ്റാരെയും വീടിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കാറില്ലായിരുന്നു. മുൻപ് ആരോഗ്യ പ്രവർത്തകരോ ആശാവർക്കർമാരോ പരിശോധനയ്ക്കായി എത്തുമ്പോൾ പോലും അമ്മയെ താൻ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ് ഇയാൾ അവരെ മടക്കി അയക്കാറായിരുന്നു പതിവ്. അവർക്കൊരു മകനുണ്ട്. അദ്ദേഹം ഇത്തിരി മാനസികമായിട്ട് പ്രശ്നമുള്ള ആളാണ്. അവിടെ വീട്ടിൻ്റെ അടുത്തുള്ളവരെ ആരും അകത്ത് കാണാനോ ഒന്നും കയറാനോ സമ്മതിക്കത്തില്ല. ആശാവർക്കർ വന്നാൽ പോലെ കയറാൻ സമ്മതിക്കത്തില്ല. എൻ്റെ അമ്മയെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഇങ്ങനെ അവർ താമസിച്ച് വരികയാണ്. ഇദ്ദേഹത്തിൻ്റെ മകൾ വരികയും വൈകിട്ട് കാണാൻ വന്നപ്പോൾ അങ്ങനെ അമ്മൂമ്മ മരിച്ചു പോയി എന്ന് പറയുമ്പോഴാണ് ഇത് നാട്ടുകാരെ അറിയുന്നത്. അങ്ങനെയാണ് എന്നെ വിളിക്കുകയും ഞാൻ കുളത്തൂപ്പുഴ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് പോലീസും ഞങ്ങൾ വന്ന് ഇൻക്വസ്റ്റ് തയ്യാറാക്കി ബോഡി പോസ്റ്റ്മോർട്ടത്തിലേക്ക് വിടുകയാണ്. ദീർഘകാലമായി രോഗബാധിതയായി കിടപ്പിലായിരുന്ന അമ്മയെ ശുശ്രൂഷിച്ചിരുന്നത് കൃഷ്ണസ്വാമി തന്നെയായിരുന്നു. അമ്മ മരിച്ചു എന്ന യാഥാർത്ഥ്യം അംഗീകരിക്കാൻ കഴിയാത്ത മാനസികാവസ്ഥയാകാം ഇയാളെ ഇതിനു പ്രേരിപ്പിച്ചത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇന്നലെ വൈകിട്ടോടെ കൃഷ്ണസ്വാമിയുടെ മകൾ അപ്രതീക്ഷിതമായി വീട്ടിലെത്തിയപ്പോഴാണ് ഈ ദാരുണമായ വിവരം പുറം ലോകം അറിയുന്നത്. മുത്തശ്ശി മരിച്ചതായി സംശയം തോന്നി വീടിനുള്ളിൽ കടന്ന് പരിശോധിച്ചപ്പോഴാണ് വെള്ള തുണിയിൽ പൊതിഞ്ഞ നിലയിൽ മൃതദേഹം മകൾ കണ്ടെത്തിയത്. ഉടൻ തന്നെ ഇവർ വാർഡ് മെമ്പറെയും തൊട്ടു പിന്നാലെ പോലീസിനെയും വിവരമറിയിക്കുകയായിരുന്നു. രാത്രി 12 മണിയോടെ കുളത്തൂപ്പുഴ പോലീസും ഉന്നത ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ അതിവേഗം പൂർത്തിയാക്കി. തുടർന്ന് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവവുമായി ബന്ധപ്പെട്ട കൃഷ്ണസ്വാമിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇയാൾ മാനസിക വെല്ലുവിളി നേരിടുന്ന വ്യക്തിയാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നിയമ നടപടികൾക്ക് പുറമെ ആവശ്യമായ മാനസിക ചികിത്സയും കൃഷ്ണസ്വാമിക്ക് ലഭ്യമാക്കുമെന്ന് അധികൃതർ ഔദ്യോഗികമായി അറിയിച്ചു. ന്യൂസ് മലയാളം, കൊല്ലം.